أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنى تؤفكون وإن يكذبوك فقد كذبت رسل من قبلك وإلى الله ترجع الأمور. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1495 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിറിലെ 3-4 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർള് لا إله إلا هو فأنى تؤفكون وإن يكذبوك فقد كذبت رسل من قبلك وإلى الله ترجع الأمور. صدق الله العلي العظيم. സൂറത്ത് ഫാത്തിറിലെ 3-4 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. വിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായമായ സൂറത്ത് ഫാത്തിർ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠനം ആരംഭിക്കുകയുണ്ടായി. അതിലെ ആദ്യത്തെ 2 ആയത്തുകളാണ് ഇന്നലെ നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായത്. 45 ആയത്തുകൾ അടങ്ങിയ ഈ സൂറത്ത് മക്കയിലാണ് അവതരിക്കുകയുണ്ടായത് എന്നത് നമ്മൾ മനസ്സിലാക്കി. മക്കയിൽ അവതരിച്ച സൂറത്തുകളിലെ മുഖ്യ പ്രതിപാദ്യ വിഷയങ്ങൾ അള്ളാഹുവിന്റെ ഏകത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്ന പ്രവാചകത്വ ദൗത്യവും അതുപോലെ മരണശേഷം എല്ലാവർക്കും യാഥാർത്ഥ്യമായിട്ട് പുലരുന്ന പാരത്രിക ജീവിതവും, ഈ വിഷയങ്ങളാണ് മുഖ്യമായി അടിസ്ഥാനപരമായി വരുന്നത്. എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ട മറ്റ് ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഈ സൂറത്തുകളിൽ ഉൾച്ചേർക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്ന ഈ 2 ആയത്തുകൾ, അതിന്റെ മുമ്പായി 2 ആയത്തുകൾ ഇന്നലെ നമ്മൾ വിശദമായി മനസ്സിലാക്കി. അതില് ഈ സൂറത്തിന്റെ തുടക്കം എന്ന നിലക്ക് അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഇതിലെ ആദ്യത്തെ ആയത്തുകൾ വരുന്നത്. ആകാശങ്ങളെയും ഭൂമിയെയും അതിന്റെ സകല പ്രത്യേകതകളോടും കൂടി അതിന്റെ പ്രകൃതപരമായ അല്ലെങ്കിൽ സ്വഭാവപരമായ അതിന്റെ ഫങ്ഷനിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാവിധ പ്രത്യേകതകളോടും കൂടി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവൻ അല്ലാഹു ആകുന്നു.
അവനാണ് സ്തുതികീർത്തനങ്ങൾ അർഹിക്കുന്നത് എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് സൂറത്തിന്റെ തുടക്കം. അതിന്റെ തുടർച്ചയായിട്ട് അള്ളാഹു തന്റെ സന്ദേശവാഹകന്മാരായി മലക്കുകളെ നിയോഗിച്ച കാര്യവും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മലക്കുകളെ അള്ളാഹു 2 ചിറകുള്ളവയും 3 വീതം ഉള്ളവയും അതുപോലെ 4 വീതം ചിറകുകളുള്ളവയുമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. ഈ സൃഷ്ടിപ്പില് അവൻ ഉദ്ദേശിക്കുന്ന അത്ര വർധനവുണ്ടാക്കുവാനും അവന് സാധിക്കും എന്ന കാര്യം വ്യക്തമാക്കുകയാണ് തുടർന്ന്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഏത് വിധത്തിൽ കാര്യങ്ങളെ രൂപകൽപ്പന ചെയ്യാനും സംവിധാനിക്കാനും ഒക്കെ അവന് സാധിക്കും എന്നാണ് തുടർന്ന് വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. മനുഷ്യർക്കായിട്ട് അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങൾ വല്ലതും തുറന്നു കൊടുത്തുവെങ്കിൽ അത് തടഞ്ഞു നിർത്താൻ ആർക്കും സാധ്യമല്ല എന്നാണ് പിന്നെ പറയുന്നത്. അത് പിടിച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. റഹ്മത്തുല്ലിൽ ആലമീനായിട്ട് ലോകർക്കുള്ള അനുഗ്രഹം എന്ന നിലക്ക്, കാരുണ്യം എന്ന നിലക്കാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒരു അനുഗ്രഹം ലോകത്തിന് തടയാൻ ഇപ്പോ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിരോധം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിലെ ആളുകൾക്ക് സാധ്യമല്ല എന്നതാണ് അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു കാര്യം. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ, അള്ളാഹു ജനങ്ങൾക്കായിട്ട് തന്റെ ഔദാര്യം അല്ലെങ്കിൽ തന്റെ അനുഗ്രഹം, കാരുണ്യമൊക്കെ വല്ലതും ചൊരിഞ്ഞു കൊടുക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ തുറന്നു കൊടുക്കുന്നുവെങ്കിൽ ഫലാ മുംസികല, അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നവനായിട്ട് ആരുമില്ല. വമാ യുംസിക് ഫലാ മുർസില ലഹു മിൻ ബഅദി, അവൻ വല്ലതും പിടിച്ചു വെക്കുന്നുവെങ്കിൽ അതിനെ അങ്ങ് തുറന്നു വിടാനും ആർക്കും സാധ്യമല്ല. അങ്ങനെ തുറന്നു വിടാൻ കഴിയുന്ന ആരുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ദീർഘമായൊരു കാലം മക്ക ഉൾപ്പെടുന്ന പ്രദേശം ദൈവിക മാർഗദർശനം ലഭിക്കാത്ത അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. സമീപ പ്രദേശങ്ങളില് യഹൂദ ക്രൈസ്തവ സമൂഹങ്ങളിലേക്കായിട്ട്, ബനു ഇസ്രായേൽ സമൂഹങ്ങളിലേക്കും അതുപോലെയുള്ള വിഭാഗങ്ങളിലേക്കും ഒക്കെ ആയിട്ട് പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നപ്പോ ആയിരക്കണക്കിന് വർഷങ്ങൾ തന്നെ മക്ക ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് പ്രവാചകന്മാരുടെ ആഗമനം ഉണ്ടാവുക എന്ന കാര്യം സംഭവിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹു അതില് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെങ്കിൽ ആ നിയന്ത്രണങ്ങളെ ഭേദിച്ചുകൊണ്ട് പ്രവാചകന്മാരെ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളത് അത് ആരിടപെട്ടുകൊണ്ടും സംഭവിക്കുകയില്ല. അള്ളാഹു ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി തന്റെ ദൂതനെ ഇപ്പോ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ മക്കയിലെ ഈ ശത്രുത കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ആര് തുനിഞ്ഞാലും അത് തടഞ്ഞു നിർത്താനും സാധ്യമല്ല എന്ന ഒരാശയം ഇതില് സൂചിപ്പിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ജനങ്ങൾക്കായിട്ട് അള്ളാഹു ഒരു റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതില്ല, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടിയാണത്. കാരണം വിശുദ്ധ ഖുർആനില് റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ലോകർക്കുള്ള കാരുണ്യമായിട്ടാണ്, അനുഗ്രഹമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം. അപ്പൊ ഇപ്പോ നിങ്ങൾ എതിർപ്പോ വിരോധമോ ശത്രുതയോ ഒക്കെ കാണിച്ചത് കൊണ്ടൊന്നും ആ അനുഗ്രഹം തടയപ്പെടാൻ പോകുന്നില്ല. അത് അള്ളാഹു അവന്റെ ഇച്ഛയാൽ നിർവഹിക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന സംഗതി. അതിനോടൊപ്പം തന്നെ ധാരാളം വേറെയും അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ഒക്കെ ആയിട്ട് മനസ്സിലാക്കാവുന്ന സംഗതികൾ ഇതേ വിധത്തിൽ തന്നെ
നമുക്ക് വിലയിരുത്തുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോ ആകാശഭൂമികളുടെ ഈ പ്രപഞ്ച സാകല്യത്തെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള അള്ളാഹു അവന്റെ സംവിധാനത്തിൽപ്പെട്ടതാണ്. അവൻ മാലാഖമാരെ ദൂതന്മാരായിട്ട് തന്റെ സന്ദേശവാഹകരായിട്ട് നിയോഗിച്ചയക്കുന്നു എന്നത്. മാലാഖമാർക്ക് വളരെ വിപുലമായ പല ഉത്തരവാദിത്തങ്ങളും അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അതിന്റെ സൂചനകൾ പലതും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവാചകത്വമാണ് മക്കയിലെ ആളുകൾ മാറ്റുരച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. അദ്ദേഹത്തിന് ദൈവിക വെളിപ്പാടുകൾ എത്തിച്ചു കൊടുത്തത് ജിബ്രീൽ മാലാഖയാണ് എന്ന കാര്യവും ആളുകൾക്കിടയിൽ ഒരു ചർച്ചയായിട്ട് നിലനിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണത്. ആ ഒരു പശ്ചാത്തലത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടിക്കൊണ്ടാണ്, അതിലൊന്നും അസ്വാഭാവികമായിട്ട് യാതൊന്നുമില്ല. നൂറുകണക്കിന് ചിറകുകളുള്ള ഒരു അസ്തിത്വമായി അതീവ സുന്ദരമായ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ നിറഞ്ഞു നിൽക്കുന്ന വളരെ കൗതുകം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു രൂപഘടനയുള്ള ഒരു സൃഷ്ടിപ്പായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്ക് ജിബ്രീലിനെ അതിന്റെ തനത് രൂപത്തിൽ കാണുകയുണ്ടായ അനുഭവം വിവരിക്കുകയുണ്ടായത്. ഹദീസുകളിൽ അതിന്റെ വിശദാംശങ്ങൾ പലതും കാണാൻ സാധിക്കും. അതിൽ അസ്വാഭാവികമായിട്ട് യാതൊന്നുമില്ല എന്ന കാര്യമാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. മലക്കുകളെ തന്റെ സന്ദേശവാഹകരായിട്ട് നിയോഗിച്ചയക്കുന്നത് അള്ളാഹു തന്നെയാണ്. അവര് 2, 3, 4 വീതം ചിറകുകളുള്ള വിധത്തിലും അതിലേറെ ആവശ്യമുള്ള അത്രയും വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലൊക്കെയാണുള്ളത്. അപ്പൊ ഇത് അള്ളാഹുവിന്റെ മശീഅത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യരുടെ മുന്നിൽ മനുഷ്യർക്ക് ദൃഷ്ടിഗോചരമാവുന്ന വിധത്തിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടേണ്ടതില്ല എന്ന അള്ളാഹുവിന്റെ തീരുമാനം, ഇതിനെ സ്വാഭാവികമായിട്ടും ആ ഒരു തീരുമാനം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യരിലേക്ക് സന്ദേശം എത്തിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരിലേക്ക് ദൈവിക സന്ദേശം എത്തിക്കുവാൻ അള്ളാഹു ഈ ഒരു മാധ്യമം സ്വീകരിക്കുന്നു എന്നതാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്ന ഒരു വസ്തുത. അപ്പോ മലക്കുകളുടെ കാര്യത്തില് ആളുകൾക്കിടയിലുള്ള ചർച്ച 600 ചിറകുകളുള്ള ഒരു അതീവ സുന്ദരമായ സൃഷ്ടിപ്പ്, ആ നിലക്ക് ആളുകൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ ആളുകൾ അതിന്റെ കൗതുകത്തിലും അതിന്റെ അവിശ്വസനീയതയിലും ഒക്കെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾ അത്ഭുതം കൂറിക്കൊണ്ട് അല്ലെങ്കിൽ അവിശ്വാസമുള്ള വിധത്തിൽ അതിനെ സമീപിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ആകാശഭൂമികളെ രൂപകൽപ്പന ചെയ്തവനാണ് നിങ്ങളുടെ റബ്ബ്. ആ റബ്ബിന് തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാർക്ക് സന്ദേശം എത്തിക്കുവാൻ 2, 3, 4 ഒക്കെ ചിറകുകളുള്ള അല്ലെങ്കിൽ അതിലേറെ ചിറകുകളുള്ള മലക്കുകളെ നിയോഗിച്ചയക്കുക എന്നത് യാതൊരു വിധത്തിലും അസ്വാഭാവികത അടങ്ങിയിട്ടുള്ള ഒരു കാര്യമല്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. അത് തടയാൻ നിങ്ങൾ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. അള്ളാഹു തന്റെ റഹ്മത്ത് ഒരു സമൂഹത്തിന് നൽകാൻ തീരുമാനിക്കുകയും അത് തുറന്നു കൊടുക്കാന്ന് വെക്കുകയും ചെയ്യുമ്പോൾ അത് തടഞ്ഞു നിർത്താൻ, പിടിച്ചു നിർത്താൻ സാധിക്കുന്നവരായിട്ട് ആരുമില്ല. അള്ളാഹു വല്ലതും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പിടിച്ചു വാങ്ങാൻ കഴിയുന്നവനായിട്ടും ആരുമില്ല. ഈ ഒരു കാര്യം മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് പിന്നിട്ട നൂറ്റാണ്ടുകളിൽ അവരിലേക്കൊരു ദൈവിക ദൂതൻ വരികയുണ്ടായില്ല എന്നൊരു യാഥാർത്ഥ്യത്തിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ ദൂതന്മാർ വന്നിരുന്നപ്പോ
മക്കയുടെ ചുറ്റുപാടുമുള്ള ആ പ്രദേശത്തേക്ക് അങ്ങനെ ഉണ്ടായില്ല എന്നത് അവർക്ക് നൽകുന്ന ഒരു സൂചന ഈ ഒരു ആയത്ത് വെളിപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഇപ്പോ അള്ളാഹുവിന്റെ ഇച്ഛപ്രകാരം മശീയത്ത് പ്രകാരം ഒരു പ്രവാചകൻ വന്നിരിക്കുകയാണ്. മലക്ക് ജിബ്രീൽ മുഖേനയാണ് ആ പ്രവാചകന് അള്ളാഹു സന്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ യാതൊരുവിധ അസ്വാഭാവികതയും ഇല്ല എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. എന്നിട്ട് നേരെ ആ മലക്ക് ജിബ്രീൽ എത്തിച്ചു കൊടുത്ത സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവിക ജീവിത ദർശനത്തിന്റെ കാമ്പ് തന്നെയാണ് തുടർന്നുള്ള ആയത്തുകളിൽ പകർന്നു നൽകപ്പെടുന്നത്. ഞാൻ ഇന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച 3-4 ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത് ഈ അടിസ്ഥാന ആശയമാണ്. യാ അയ്യുഹന്നാസു, മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൊണ്ടാണ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇവിടെ അഭിസംബോധന. യാ അയ്യുഹന്നാസു. വിശുദ്ധ ഖുർആനിൽ ചിലയിടങ്ങളിൽ മനുഷ്യകുലത്തെ മുഴുവനായിട്ടും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന കാണാൻ കഴിയും. ഒരിടത്ത് യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് എന്ന് വിളിക്കുന്നത് കാണാൻ കഴിയും. ജിന്നുകളുടെയും മനുഷ്യരുടെയും സമൂഹമേ എന്ന വിധത്തിൽ അഭിസംബോധന ചെയ്യുന്ന കാണാൻ കഴിയും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച ദൗത്യം ജിന്നുകളെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു എന്നത് സൂചന നൽകുന്ന, സൂചിപ്പിക്കുന്ന ചില ആയത്തുകളാണ് ഈ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആ ആയത്തിൽ ഉൾപ്പെടെയുള്ള ചിലത്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ് എന്ന് വിളിച്ചുകൊണ്ടുള്ള അഭിസംബോധന ഉള്ള ആയത്ത്. ഇവിടെ അള്ളാഹു മനുഷ്യരെ, മനുഷ്യകുലത്തിൽപ്പെട്ട എല്ലാവരെയും ജാതി, മത, വർഗ, വർണ്ണ, ദേശീയത പോലെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ മനുഷ്യകുലത്തിൽ പിറന്ന മുഴുവൻ ആളുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇവിടെ കാര്യം വ്യക്തമാക്കപ്പെടുന്നത്. ലോകത്ത് ഈ വിധത്തിൽ മനുഷ്യകുലത്തെ ഒന്നാകെയായിട്ട് അഭിസംബോധന ചെയ്യുന്ന ഏത് ദർശനമാണുള്ളത് എന്നത് പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടില് വലിയ വിധത്തില് പല ജീവിത വീക്ഷണങ്ങളും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന പല ദർശനങ്ങളും അതുപോലെ തന്നെ സംഘടിത വിഭാഗങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ അവരെ ഒന്ന് കേട്ടു നോക്കിയാൽ വളരെ ഇടുക്കമുള്ള, വളരെ സങ്കുചിതമായ ഒരു വീക്ഷണകോണിലൂടെയാണ് അവര് സംസാരിക്കുന്നത് എന്നത് കാണാൻ കഴിയും. മുഴുവൻ ലോകത്തെയും ആണും പെണ്ണുമായ മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്യുക എന്നൊരു സ്വഭാവം അതിനില്ല. അതിനുള്ളത് ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ജനിച്ച് വളരുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ആളുകളെ ആ ദേശീയതയുടെ മഹത്വം പറഞ്ഞ് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ആ നിലയ്ക്ക് എക്സൈറ്റ് ചെയ്ത് വിടുന്ന ഒരു സ്വഭാവമാണ് എന്ന് കാണാൻ കഴിയും. കേവല യാദൃച്ഛികത കൊണ്ട് അതിർത്തിക്ക് അപ്പുറത്ത് ജനിച്ചവരും അതിർത്തിക്ക് ഇപ്പുറത്തുള്ളവരും ഒക്കെ മനുഷ്യരാണ് എന്ന കാര്യം പോലും മനസ്സിലാക്കാൻ ഒരു സന്നദ്ധത ഇല്ലാത്ത വിധത്തിലാണ് ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു വേർതിരിവ് ലോകത്ത് പല ദർശനങ്ങളും നടത്തുന്നത്. വേറെ ഒരു ദർശനം ഒരുപക്ഷെ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ സംസ്ഥാനത്തെങ്കിലും ഭരണം കൈയാളുന്ന വിഭാഗം ആളുകൾ പ്രതിദാനം ചെയ്യുന്ന ദർശനം, അത് തൊഴിലാളി വർഗത്തെ മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ്, മുഴുവൻ മനുഷ്യരെയുമല്ല. തൊഴിലാളികൾ തീർച്ചയായിട്ടും വളരെ പ്രസക്തരായ ഒരു വിഭാഗം തന്നെയാണ്. ലോകത്തെ മനുഷ്യ സമൂഹത്തിന്റെ കർമ്മകാണ്ഡം എന്നൊക്കെ പറയാവുന്നത് തൊഴിലാളികൾ തന്നെയാണ്. അവർക്ക് പ്രാധാന്യമുണ്ട് താനും. പക്ഷെ തൊഴിലാളികൾ മാത്രമായിട്ട് ഒരു സംഗതിയും ഓപ്പറേഷണൽ ആവില്ല. തൊഴിലാളികൾ ഒരു സംഗതി, ഒരു പ്രോജക്റ്റ് തൊഴിലെടുത്തുകൊണ്ട് നടപ്പിലാക്കുന്നുവെങ്കിൽ അതിനൊരു ആസൂത്രണം ഉണ്ട്, അതിന് കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് ഒരു പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ട്, അതിന് ചില ലക്ഷ്യങ്ങള് വ്യക്തതയോടുകൂടി രൂപപ്പെടുത്തേണ്ടതുണ്ട്, അതിന് മൂലധനം ഇറക്കേണ്ടതുണ്ട്. അങ്ങനെ പല വിഷയങ്ങളും അതിൽ കടന്നു വരുന്നു. അപ്പോ
തൊഴിലാളികളെ മാത്രം അഭിസംബോധന ചെയ്യുന്ന ഒരു ദർശനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തില് വളരെ ഇംബാലൻസ്ഡ് ആയിട്ട് മാത്രം അസന്തുലിതത്വത്തോടു കൂടി മാത്രം കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു കൂട്ടർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. തൊഴിലാളികൾ എന്ന പേരിൽ വിവരിക്കപ്പെടാൻ പറ്റാത്ത പലരും അതിൽ നിന്ന് പുറത്താണ്. ഇനി തൊഴിലെടുക്കുന്നത് കൈകാലുകൾ കൊണ്ട് മാത്രമൊന്നുമല്ല. മനുഷ്യന് വളരെ വ്യത്യസ്തമായി ഇന്ന സാഴ്യക്കും ലശത്ത എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങളുടെ പ്രയത്നങ്ങളൊക്കെ വൈവിധ്യമുള്ളതാണ് എന്നതാണ്. പാട്ടുപാടി ജീവിക്കുന്നവരുണ്ട്, പ്രസംഗം ഒരു തൊഴിലായിട്ട് നടത്തുന്ന ആളുകളുണ്ട്, ആസൂത്രണ മികവ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ശമ്പളം വാങ്ങുന്ന ആളുകളുണ്ട്. എല്ലാവരും കൈകാലുകൾ മെനക്കെടുത്തി തൊഴിലെടുക്കുന്ന തൊഴിലാളികളല്ല. എല്ലാവർക്കും അത് ഒരുപോലെ സാധിച്ചോളണമെന്നില്ല. പരിമിതമായ അർത്ഥത്തിൽ എല്ലാവർക്കും എന്തും പറ്റും. പക്ഷെ അതിൽ മികവുള്ളവരായിക്കൊള്ളണം എന്നില്ല. ഒരു തൊഴിലാളിയെ ആസൂത്രണം എന്നൊരു സംഗതി, ഇപ്പൊ രാജ്യത്തിന്റെ സാമ്പത്തിക ആസൂത്രണം നടത്താൻ ഒരു തൊഴിലാളിയെ ചുമതലപ്പെടുത്തിയാൽ അത് നടന്നോളണമെന്നില്ല. അതിനുള്ള കഴിവൊക്കെ ഉള്ള തൊഴിലാളികളൊക്കെ ഉണ്ടാവാം എന്നേ ഉള്ളൂ. അതേപോലെ ഒരു കൃഷിയിടം അവിടെ മണ്ണ് പാകപ്പെടുത്താൻ വേണ്ടി ഒരു സംഗീതജ്ഞനെ ചുമതലപ്പെടുത്തിയത് കൊണ്ട് അത് ഫലപ്രദമായിക്കൊള്ളണമെന്നില്ല. കുറച്ചൊക്കെ കൊത്തിമാന്തി കളച്ച് വലിച്ചിട്ട് അയാളങ്ങ് പോയി എന്ന് വരും. അതാണ് ഉണ്ടാവുക. അപ്പോ വ്യത്യസ്തമായ കഴിവുകളും ദൈക്ഷണികമായ പ്രത്യേകതകളും ഒക്കെ ഉള്ള വിധത്തിലാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോ പല ജീവിത ദർശനങ്ങളും ഈ മനുഷ്യരെ ഒന്നായി കണ്ടുകൊണ്ട് മുഴുവനായി അഭിസംബോധന ചെയ്യുന്ന ഒരു സമീപനം തന്നെ കാണിക്കാറില്ല. ഏതെങ്കിലും ഒരു രാജ്യത്തെ ആളുകളെ വിളിച്ചുകൊണ്ട് ആ രാജ്യത്തിനോട് സ്നേഹമുള്ളവര് എന്ന നിലക്ക് അവിടെ അധിവസിക്കുന്നവരെ മാത്രം അഭിസംബോധന ചെയ്യുന്ന മനുഷ്യരുടെ കൂട്ടത്തില് ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ അതിർത്തിക്ക് അപ്പുറത്ത് പലയിടങ്ങളിലും ഉണ്ട്. അവരും മനുഷ്യരെ പോലെ തുല്യ പരിഗണന ലഭിക്കേണ്ടവരും തുല്യമായ പ്രാധാന്യമുള്ളവരും ഒക്കെയാണ് എന്ന കാര്യം പോലും വിസ്മരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അതുപോലെ ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ ലിംഗഭേദം കാണിച്ചുകൊണ്ട് സ്ത്രീകളോട് മാത്രം അല്ലെങ്കിൽ പുരുഷന്മാരോട് മാത്രം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും വിഭാഗങ്ങളോട് മാത്രം സംസാരിക്കുന്ന, അല്ലെങ്കിൽ ചില ജാതിയിൽപ്പെട്ട ആളുകളോട് മാത്രം അഭിസംബോധന ചെയ്യുന്ന ദർശനങ്ങൾ നമുക്ക് ചുറ്റും പലരും ഉദ്ഘോഷിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ ഖുർആന്റെ ഒരു സമീപനം അള്ളാഹു പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ച ജീവിത ദർശനത്തിന്റെ ഒരു സമീപനം തന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് യാ അയ്യുഹന്നാസ് എന്ന അഭിസംബോധനയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട്, മനുഷ്യനായി പരിഗണിക്കപ്പെടുന്ന ഏതൊരാളും ഈ അഭിസംബോധനയിൽ ഉൾപ്പെടുന്നു എന്നതാണ് അത് നൽകുന്ന സൂചന. യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തുല്ലാഹി അലൈക്കും, നിങ്ങൾ എല്ലാവർക്കുമായിട്ട് നാം ചൊരിഞ്ഞു തന്ന അനുഗ്രഹങ്ങളുണ്ട്, നിഅമത്തുകളുണ്ട്. ആ നിഅമത്തുകൾ നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. നാം നിങ്ങൾക്കായിട്ട് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, മനുഷ്യരെന്ന നിലക്ക്, ജനങ്ങൾ എന്ന നിലക്ക് അള്ളാഹു മനുഷ്യരാശിക്ക് പൊതുവായിട്ട് നൽകിയിട്ടുള്ള ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് അവർക്ക് ജീവിത മാർഗദർശനം നൽകി എന്ന കാര്യം. ഈ സംഗതി നിങ്ങൾ ഓർക്കണം എന്നാണ് ഇവിടെ അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഉദ്കുറൂ നിഅമത്തുല്ലാഹി അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹു ചൊരിഞ്ഞ അവന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർമ്മയുള്ളവരാവണം. അത് വിസ്മരിക്കുന്ന ഒരു നിലപാട് ഉള്ളവരായി മാറരുത്. അൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് എന്നാണ് തുടർന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ അള്ളാഹു അല്ലാതെ വേറെ വല്ല സൃഷ്ടാവുമുണ്ടോ? അൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുക്കും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നുമായിട്ട് നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന വേറെ വല്ല സൃഷ്ടാവും അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾക്കായി ഉണ്ടോ എന്നാണ്
അള്ളാഹു ഉന്നയിക്കുന്ന ചോദ്യം. തീർച്ചയായിട്ടും മനുഷ്യൻ ഒരു സൃഷ്ടിയാണ് എന്നതിനാൽ തന്നെ സൃഷ്ടിച്ചവൻ ആരാണ് എന്നത് കൃത്യതയോടുകൂടി മനസ്സിലാക്കുകയും അവനോട് ശരിയായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനെ നിസ്സാരമായിട്ട് വിടുക, അങ്ങനെ ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ, നമ്മളിപ്പോ അവനോടൊരു ദ്രോഹം ചെയ്യാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും ആളുകൾ. അത് ഒട്ടും ഒരു യാഥാർത്ഥ്യബോധമുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു നിലപാടല്ല. അള്ളാഹുവോട് ചോദിക്കുന്നത് ജനങ്ങളെ പൊതുവായി വിളിച്ചുകൊണ്ട് ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്കായി നിങ്ങളുടെ നാഥൻ ചെയ്തു തന്നിട്ടുള്ള, അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള, അള്ളാഹു ചൊരിഞ്ഞു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അള്ളാഹുവിനെ കൂടാത്ത വല്ല സൃഷ്ടാവും നിങ്ങൾക്കുണ്ടോ? യർസുഖുകും മിനസ് സമാഇ വൽ അർള്, വാനിൽ നിന്നും വിണ്ണിൽ നിന്നും ഭൂവിൽ നിന്നുമായിട്ട്, വാനഭുവനങ്ങളിൽ നിന്നായിട്ട് നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ നൽകിയിട്ടുള്ള അള്ളാഹു അല്ലാത്ത വല്ല സൃഷ്ടാവും നിങ്ങളുടെ കാര്യത്തിലുണ്ടോ? ഇതാണ് ചോദ്യം. മനുഷ്യന്റെ ധിഷണയെ തട്ടി ഉണർത്തുന്ന വിധത്തിലുള്ള ഒരു ചോദ്യമാണ്. മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ചും അവര് പുലർത്തി പോരുന്ന, പിന്തുടർന്നു പോരുന്ന പല നടപടികളുടെയും ജീവിത നിലപാടുകളുടെയും അവരുടെ ആചാരശീലങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ അവര് ഫോളോ ചെയ്യുന്ന വഴി ശരിയാണോ അല്ലേ എന്ന വിധത്തില് അവരിലൊരു ഉണർത്തൽ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ ചോദ്യം. അള്ളാഹു അല്ലാത്ത വല്ല സൃഷ്ടാവും നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ജീവിത വിഭവങ്ങള് അത് വാനിൽ നിന്നായാലും മണ്ണിൽ നിന്നായാലും തന്നുകൊണ്ടിരിക്കുന്ന വേറെ വല്ല ദൈവവും നിങ്ങൾക്കുണ്ടോ? വേറെ വല്ല സൃഷ്ടാവും ഉണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോ വാനിൽ നിന്നും മണ്ണിൽ നിന്നുമായി, വാനഭുവനങ്ങളിൽ നിന്നായിട്ട് മനുഷ്യൻ അള്ളാഹു പ്രത്യേകമായി ഒരുക്കി കൊടുക്കുന്ന വിഭവങ്ങൾ ധാരാളമായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വാനിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമുക്കതിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്കൊന്നും പോകാൻ പെട്ടെന്ന് കഴിഞ്ഞോളണമെന്നില്ല. മഴ വർഷിക്കുന്നത് വാനിൽ നിന്നാണ്. അതാണ് ഭൂമിയില് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ട് ഭൂതലങ്ങളെ ഹരിതാപമാക്കി മാറ്റുന്നതും അതിനെ ഇലയും കായും പഴങ്ങളും ഒക്കെ ഉള്ള വിധത്തില് അണിയിച്ചൊരുക്കുന്നതും ഒക്കെ. അത് വാനിൽ നിന്ന് അള്ളാഹു ഇറക്കിയിട്ടുള്ള ഈ റിസ്ഖ് തന്നെയാണ്. ആ റിസ്ഖ് തന്നെയാണ് നമ്മള് ആഹാരമായിട്ടും പാനീയമായിട്ടും ഒക്കെ ഉപയോഗപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനം. അതിന് യാതൊരു സംശയവും ഇല്ല. വാനിൽ നിന്നിറക്കുന്ന ജലമാണ് നമ്മുടെ ശരീരത്തിലെ ഒരു 80% വരുന്ന സംഗതി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള, അത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും മാംസവും മത്സ്യവും ഒക്കെ ആയിരുന്നാലും ഇതിലൊക്കെയും തന്നെ വളരെ കൂടുതൽ ജലാംശം അടങ്ങിയിട്ടുണ്ട്. ഈ ജലാംശം ആകാശത്തുനിന്ന് അള്ളാഹു ഇറക്കി തരുന്ന സ്രോതസ്സിൽ നിന്നാണിത് അതില് വരുന്നത് എന്നത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമിയിൽ മുളച്ചുണ്ടാകുന്ന ഒരുപാട് സംഗതികളുണ്ട്. ഇതൊക്കെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഭക്ഷ്യേതരമായ വിഭവങ്ങളും മനുഷ്യന് ധാരാളം ആവശ്യമുണ്ട്. വാനിൽ നിന്ന്, അതുപോലെ മണ്ണിൽ നിന്ന് ഒക്കെ തന്നെ, ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നുമായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പദാർത്ഥങ്ങള് മനുഷ്യ ജീവിതത്തിന് വളരെ ആവശ്യമായ വിഭവങ്ങളായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയും ഇറക്കി തരുന്ന അള്ളാഹു അല്ലാത്ത വല്ല സൃഷ്ടാവും ദൈവമായിട്ട് നിങ്ങൾക്കുണ്ടോ എന്നതാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെ വല്ലതും ഇവരാരെങ്കിലും ചെയ്യുന്നു എന്നതിനാലാണോ നിങ്ങൾ അവർക്ക് വിധേയപ്പെടുന്നതും അവരെ പൂജിക്കുന്നതും അവരെ ആരാധിക്കുന്നതും ഒക്കെ? ഇതാണ് ചോദ്യം. ഏതൊരു മനുഷ്യനെയും ചിന്തയുള്ളവരാക്കി മാറ്റുന്ന ഒരു ചോദ്യമാണിത്. അപ്പോ ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ഈ ഒരു ചോദ്യം ഉന്നയിച്ച് ഒരു അല്പനേരം അവരുടെ പ്രതികരണം എന്താകും എന്ന നിലക്ക് കാത്തു നിൽക്കുന്ന പോലെ ഈ ആയത്ത് നമുക്ക് തുടർന്ന് വായിക്കാം.
അല്പനേരം സമയം വിട്ടുകൊണ്ട്. കാരണം ഒരു ചോദ്യത്തിന്റെ സ്വഭാവമാണല്ലോ ഇതിനുള്ളത്. അതിനുള്ള ഉത്തരം തുടർന്ന് അള്ളാഹു നൽകുകയുമാണ്. അപ്പൊ ഈ ആളുകളുടെ മനസ്സിൽ രൂപപ്പെട്ട, അവര് നാവുകൊണ്ട് ഉച്ചരിക്കുന്ന ആ മറുപടി എന്താണ് എന്നത് കേൾക്കാൻ ഒരല്പം സമയം നമുക്ക് ഒരു ബ്രേക്ക് ആയിട്ട് അതിനിടക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, എന്നിട്ട് പിന്നെ അള്ളാഹു തന്നെയാണ് അതിനുള്ള ഉത്തരം നൽകുന്നത്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാത്ത ആരാധ്യനായിട്ട് മറ്റൊരാളുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കാതെ പോവുകയാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ് ഫഅന്നാ തുഅഫകൂൻ, എന്നിട്ടും നിങ്ങൾ വഞ്ചിതരാകുന്നത് എങ്ങനെയാണ്? ആകാശങ്ങളിൽ നിന്ന്, ആകാശഭൂമികളിൽ നിന്നായിട്ട് നിങ്ങൾക്ക് വിഭവങ്ങൾ തരുന്നവനായി വല്ല സ്രഷ്ടാവും ഉണ്ടോ അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും? ഇതിന് ഉത്തരം നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് പ്രപഞ്ചത്തിലെ അദൃശ്യനായ ദൈവമാണ് എന്നതല്ലാത്ത ഒരു ഉത്തരവും അതിനില്ല. അതാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ മനസ്സിലാക്കുക, ലാ ഇലാഹ ഇല്ലാ ഹുവ, ആ അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. എന്നിട്ടും നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയാണ്, വഞ്ചിതരാവുകയാണ്. ഫഅന്നാ തുഅഫകൂൻ, നിങ്ങളുടെ ആലോചന തന്നെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് സ്വയം വഞ്ചിതരാവുകയാണ് എന്നിട്ടും സംഭവിക്കുന്നത്. ഫഅന്നാ തുഅഫകൂൻ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ, വസ്തുത ഇതാണ് എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ വഞ്ചിതരാവുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹു സംസാരിക്കുന്നത്. ഇവിടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനമാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ ജനങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന തൗഹീദ് സംബന്ധമായ ആശയങ്ങൾ. ഈ ആശയങ്ങള് ഉൾക്കൊള്ളാനോ അദ്ദേഹത്തെ അംഗീകരിക്കാനോ അദ്ദേഹത്തെ പിൻപറ്റാനോ സന്നദ്ധരാവാതെ മാറി നിൽക്കുകയാണ് ജനങ്ങൾ. അപ്പോ അള്ളാഹു അതിനെ കുറിച്ച് പറയുകയാണ്, വഇൻ യുകദ്ദിബൂക, അവര് പ്രവാചകരെ താങ്കളെ കളവാക്കി താങ്കളെ തള്ളിപ്പറഞ്ഞ് നിഷേധിക്കുകയാണ് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഫഖദ് കുദ്ദിബത് റുസുലും മിൻ ഖബ്ലിക്, അത് പുതിയൊരു കാര്യമൊന്നുമല്ല. താങ്കൾക്ക് മുമ്പ് ധാരാളം ദൂതന്മാർ ഈ വിധത്തില് കളവാക്കപ്പെട്ടിട്ടുണ്ട്. സകല പ്രവാചകന്മാരുടെയും ആദ്യകാല അനുഭവങ്ങള് ഈ വിധത്തിൽ നിഷേധിക്കപ്പെടുക, വ്യാജനാണ് എന്ന് ആക്ഷേപിക്കപ്പെടുക, അതുപോലെ കളവാക്കപ്പെടുക എന്നതൊക്കെയാണ്. അയാൾ കള്ളം പറയുകയാണ്, വ്യാജവാദം ഉന്നയിക്കുകയാണ്, അയാൾ ഒരു വ്യാജനാണ് എന്നൊക്കെ ജനങ്ങള് പറഞ്ഞ് ആക്ഷേപങ്ങൾ ചൊരിയാത്ത വിധത്തില് വളരെ സുഗമമായി ദൗത്യ നിർവഹണം നടത്തിയ ഒരു പ്രവാചകനും ഭൂമുഖത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ താങ്കളെ തള്ളിക്കളയുന്നുവെങ്കിൽ, നിഷേധിക്കുന്നുവെങ്കിൽ, കളവാക്കുന്നുവെങ്കിൽ ഫഖദ് കുദ്ദിബത് റുസുലും മിൻ ഖബ്ലിക, താങ്കൾ ഇക്കാര്യം മനസ്സിലാക്കുക, താങ്കൾക്ക് മുമ്പ് ധാരാളം ദൂതന്മാർ ഈ വിധത്തില് കളവാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കളവാക്കപ്പെടാത്തവനായിട്ട് ഒരു പ്രവാചകൻ പോലും ഉണ്ടായിട്ടില്ല. വഇലല്ലാഹി തുർജഉൽ ഉമൂർ, കാര്യങ്ങളുടെ ഒക്കെ മടക്കം അള്ളാഹുവിന്റെ അടുക്കലേക്കാണല്ലോ. അതുകൊണ്ട് സമാധാനപ്പെടും. ഇതാണ് അതിന്റെ സൂചന. വഇലല്ലാഹി തുർജഉൽ ഉമൂർ, ഇതൊന്നും ഇവിടെ പൂർണ്ണമായിട്ട് ആവുകയില്ല. ഈ ജനങ്ങളോട് കാര്യങ്ങൾ പറയുക എന്ന കാര്യം തുടർന്നുകൊണ്ട് പോയിക്കോളും. അവര് കളവാക്കുക എന്നത് പണ്ട് മുതലേ പ്രവാചകന്മാര് നേരിട്ടുകൊണ്ടിരുന്ന അനുഭവമാണ്, അവരുടെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോ ഈ കാര്യം ജനങ്ങളെ അറിയിക്കുക എന്നൊരു കാര്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തുന്ന ഒരു നാള് വരാനുണ്ട്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ, സകല സംഗതികളും തീർപ്പ് കൽപ്പിക്കപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് തിരികെ അയക്കപ്പെടാൻ പോവുകയാണ്. അതിന് അള്ളാഹു ഒരു സമയം വെച്ചിട്ടുണ്ട്. താങ്കൾ നിർവഹിക്കുന്ന ദൗത്യം, അതിനോട് ജനങ്ങൾ സ്വീകരിച്ച നിലപാട്, അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങള്, അവര് സ്വീകരിച്ച നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിഷയങ്ങള്, അക്കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാവാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അവ തിരിച്ചയക്കപ്പെടുന്ന
ഒരു നാള് വരാനിരിക്കുന്നു. ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആശ്വാസപ്പെടാനാണ്, ആശ്വാസം കണ്ടെത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. അവര് കളവാക്കി എന്നത് ഈ ചരിത്രത്തിന്റെ തുടക്കമോ അവസാനമോ അല്ല, അത് ഉടനീളമുള്ള ഒരു സംഗതിയാണ്. ആദം അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ ആളുകളും, മുഴുവൻ ദൂതന്മാരും നേരിട്ട ഒരു വിഷയമാണ് നിഷേധിക്കപ്പെടുക, കളവാക്കപ്പെടുക, വ്യാജനാണ് എന്ന് ആക്ഷേപിക്കപ്പെടുക എന്നതൊക്കെ. അതുകൊണ്ട് താങ്കൾ അതിൽ ആശ്വാസം കണ്ടെത്തുക. തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മടക്കപ്പെടാനിരിക്കുന്നതാണ് സകല കാര്യങ്ങളും. ഒന്നും രണ്ടും മൂന്നും ഒന്നുമല്ല, മുഴുവൻ കാര്യങ്ങളും അവന്റെ അടുക്കലേക്ക് തിരികെ എത്താനിരിക്കുന്നു. അതുകൊണ്ട് ആ ദിവസമാണ് കാര്യങ്ങളിൽ തീർപ്പുണ്ടാകുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാധാനിക്കുക എന്നതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവശ്യപ്പെടുന്ന കാര്യം എന്ന് കാണാൻ സാധിക്കും. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഫാത്തിറിലെ 3-4 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.